ചില മൂമെന്റ്സ് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യും. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞത്, ഞാൻ MLA ആയിരുന്നപ്പോൾ ആരംഭിച്ച ഞങ്ങളുടെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് സൗഖ്യം, സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ്. ഞങ്ങളൊരു ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. പക്ഷെ ഞാനത് വളരെ കൃത്യമായി ആ എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ഫെസിലിറ്റീസും ഡോക്ടർ ഗംഗാരന് മുതലുള്ള എല്ലാ ഡോക്ടേഴ്സും സാധാരണക്കാർക്ക് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയുള്ള എല്ലാ സൗകര്യം, അതിനുശേഷം അതിന്റെ ഫോളോ അപ്പ്. അപ്പോൾ ഫോളോ അപ്പ് ഞങ്ങൾ ഒരുപാട് ഹാർട്ട് സർജറീസ്, ഹിയറിംഗ് എയ്ഡ്സ്, സ്പെക്ടക്കിൾസ്, ആർട്ടിഫിഷ്യൽ ലിംസ്, കുറേ കാര്യങ്ങൾ. നെക്സ്റ്റ് ഇയർ വെൻ ഐ ഡിഡ് ദറ്റ്, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ അദ്ദേഹം സൗഖ്യത്തിൽ വന്ന് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത ആളാണ്. സോ ഹി ബിക്കം എ വോളണ്ടിയർ ഇൻ മൈ നെക്സ്റ്റ് ക്യാമ്പ്. ഇപ്പം ഞാൻ ഏറ്റവും അവസാനം ഞാൻ MP ആയതിനു ശേഷം ഞങ്ങളൊരു ഹൃദയത്തിൽ ഹൈബി എന്ന് പറഞ്ഞൊരു ഹാർട്ട് ആൻജിയോപ്ലാസ്റ്റി പ്രോഗ്രാം ചെയ്തു. വീണ ഹെൽത്ത് മിനിസ്റ്റർ വീണ ജോർജാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത്. ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലായിട്ട് ടൈപ്പ് ചെയ്തത് CSR ഫണ്ടഡ് പ്രോഗ്രാം. 100 പേർക്ക് നമ്മൾ ₹1 പോലും വാങ്ങാതെ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ഒരു സ്റ്റെൻഡോ 4 സ്റ്റെൻഡോ ഒക്കെ ഇടുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ PA, എൻ്റെ ജൂനിയർ ആയിരുന്നു കോളേജിൽ, അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ ഇങ്ങനൊരു സർജറി ചെയ്യാൻ വന്ന ഒരാൾ നമ്മുടെ കോളേജിൽ നമ്മുടെ അന്ന് സ്റ്റുഡൻറ് ഇതിൽ എതിർചേരിയിൽ നിന്ന ഒരാളാണ്, SFIയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഒരു യങ് ബോയ് പെട്ടെന്ന് ഒരു ഇത് വരേണ്ടി വന്നു, പെട്ടെന്ന് ഫിനാൻസസ് ഒന്നും അറേഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് നമ്മുടെ ഇതിൽ വന്നു. ലക്ലി ഹീസ് വെരി ഫിറ്റ് ആൻഡ് ഫൈൻ. ഞങ്ങൾ ഇവരുടെ ഒരു ഗ്യാതറിങ് വെച്ചു. ഇത് കഴിഞ്ഞിട്ട് ആൾ വളരെ വൈകാരികമായിട്ട് ആ ഇതിൽ വന്നിട്ട് സംസാരിച്ചു. വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. ഞാൻ പറഞ്ഞത് ദീസ് ആർ മൂമെന്റ്സ് വിച്ച് ഗിവ് മീ സാറ്റിസ്ഫാക്ഷൻ, വിച്ച് ഗിവ് മീ ഹാപ്പിനെസ്. നമ്മളിപ്പോൾ വലിയ റോഡ്, പാലം, കെട്ടിടം ഇതെല്ലാം വേണം, ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നതുമാണ്.